ചരിത്രജാലകത്തിലേക്ക് സ്വാഗതം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തുറ്റ വനിത, രാജ്യത്ത് ധാരാളം പ്രതിസന്ധികൾക്കും ചർച്ചകൾക്കും കാരണക്കാരിയായ ഒരു വനിത, ലോകത്തിലെ ഏറ്റവും കരുത്തയായ വനിതയെ കണ്ടെത്താൻ BBC നടത്തിയ സർവേയിൽ ബ്രിട്ടീഷ് രാജ്ഞിയെ പിന്തള്ളിക്കൊണ്ട് ഒന്നാമതെത്തിയ വനിത സർ ഇന്ദിരാഗാന്ധി. ലോകമെമ്പാടും രാജ്യത്തും ഒട്ടേറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളൊരു സ്ത്രീജന്മം. ഇന്നത്തെ തലമുറയോട് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ദിരാഗാന്ധിയെ പറയുക, ഇവർക്ക് വനിത. മാത്രമല്ല, അടിയന്തരാവസ്ഥയിൽ ഒരു ജോക്കുണ്ട്, ഇന്ത്യയിലുള്ള ഏക പുരുഷൻ ഇന്ദിരാഗാന്ധിയാണ് എന്നാണ്. അതൊരു പുരുഷാധിപത്യ ഒരു കമൻ്റാണ്. സ്ത്രീ പുരുഷൻ മാത്രമേ ശക്തനാകാവൂ എന്ന് തോന്നുന്ന ഞാൻ ഇന്ദിരാഗാന്ധിയെ ചരിത്രപരമായി മാത്രമല്ല കാണുന്നത്. എനിക്കതിൽ വ്യക്തിപരമായി ചില സംഗതികളുണ്ട്. കാരണം അത് ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. എൻ്റെ ചരിത്രവും ഇന്ദിരാഗാന്ധിയുടെ ചരിത്രവും തമ്മിൽ എവിടെയൊക്കെയോ മിങ്കിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഒരു ഘട്ടത്തിൽ, ഒരുപക്ഷെ ഞാൻ ഒരു 10 വയസ്സൊക്കെ ആവുന്ന ഘട്ടത്തിൽ കൃത്യമായി പത്രം വായിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളൊരു കാര്യം 1967 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ദിരാഗാന്ധിയുടെ വലിയ ആരാധകനായിരുന്നു. അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണെന്ന് ആലോചിക്കണം. പക്ഷേ കൃത്യം പത്രം വായിക്കുന്നതുകൊണ്ട്, മാതൃഭൂമി വായിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ വലിയ ആരാധകനായിരിക്കുകയും സ്കൂളിൽ വാർത്ത വായിക്കാൻ എന്നെയാണ് വിളിക്കുക. കാരണം ദിവസവും പത്രം വായിക്കുന്ന ആളുകൾ എൻ്റെ ഗ്രാമത്തിലെ സ്കൂളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ഒരു വാർത്ത വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ദിരയുടെ വിജയം സുനിശ്ചിതം എന്ന് മാതൃഭൂമിയുടെ ഹെഡിങ്ങാണ്. എന്നുവെച്ചാൽ 67 തെരഞ്ഞെടുപ്പ് തുടങ്ങി. എനിക്കതിൻ്റെ മറ്റ് ഇംപ്ലിക്കേഷനൊന്നും അറിയില്ല. അപ്പോൾ മാഷു എന്ന് പറഞ്ഞു, അതൊരു രാഷ്ട്രീയ വാർത്തയാണ്, അങ്ങനെ നമ്മൾ വായിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, പേപ്പറിലുള്ള ഫ്രണ്ട് പേജിലുള്ള വാർത്തയിൽ ഞാൻ വായിക്കുള്ളൂ എന്ന്. പക്ഷേ 67 മുതൽ ഇന്ദിരാഗാന്ധിയെ വളരെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു കാലം, അങ്ങേയറ്റം വെറുക്കുന്ന ഒരു കാലം, ഭയപ്പെടുന്ന ഒരു കാലം. ഇത് രണ്ടും ഞാൻ ഇന്ദിരാഗാന്ധി എനിക്ക് വ്യക്തിപരമായിട്ട്, എനിക്ക് മാത്രമായിരിക്കില്ല, എൻ്റെ ജനറേഷനിൽപ്പെട്ട ഒരുപക്ഷെ ഒരു വലിയ വിഭാഗങ്ങൾ, പുതിയ ജനറേഷൻ ചിലപ്പോൾ അറിയില്ല. കാരണം 1984 ഇന്ദിരാഗാന്ധി മരിച്ചു. ഇപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ചിട്ട് 40 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഈ ഒക്ടോബറിൽ 31. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പുതിയ തലമുറ എങ്ങനെ കാണുന്നറിയില്ല. എൻ്റെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ പലതരത്തിൽ പോസിറ്റീവായും നെഗറ്റീവായും ആരാധനയോടെയൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ 1970കളിൽ ഞാനൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കാലം. അന്നാണ് ബംഗ്ലാദേശ് യുദ്ധം നടക്കുന്നത്. ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തേക്കാൾ ഉയർന്ന ഒരു സ്ഥാനമാണ് ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തിരുന്നത്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, മതത്തിൻ്റെ പേരിൽ വന്ന ഒരു രാജ്യം, 2ആയി വിഭജിക്കപ്പെട്ട് ബംഗ്ലാദേശിൻ്റെ ലിബറേഷൻ, വിമോചന പോരാട്ടത്തിൽ ഇന്ത്യ വഹിക്കുന്ന ഒരു പങ്ക്, അങ്ങനെ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അവിടെ അധികാരമേൽക്കുന്ന ഒരവസ്ഥ, നിയാസി പരാജയപ്പെടുന്നത് 71 ഡിസംബർ 15, ഡിസംബർ 16 വൈകുന്നേരം 4:31, ഇന്നെനിക്ക് ഓർമ്മേണ്ടത്, കീഴടങ്ങുന്നു. ആ ഘട്ടത്തിലൊക്കെ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ടവറിങ് ഫിഗറാണ്. മാത്രമല്ല, ഒരു വശത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇന്ദിരാഗാന്ധിക്കെതിരായി വലിയ 7ാം കപ്പൽപ്പട സമീപത്ത് എത്തി നിൽക്കുന്നുവെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മടിയും കൂടാതെ ബംഗ്ലാദേശിൻ്റെ വിമോചനം പ്രഖ്യാപിച്ച് അവിടുത്തെ മുക്തിവാഹിനിയെ സഹായിച്ച്, അർത്ഥത്തിൽ ലിബറേഷൻ സൈന്യത്തിന്. ആ ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ വലിയ ആളാണ്. മാത്രമല്ല, ഇന്ദിരാഗാന്ധി അതിനിടയിൽ പ്രിവി പഴ്സ് നിർത്തലാക്കുന്നു, മറ്റേ ബാങ്ക് ദേശവൽക്കരിക്കുന്നു, ഗരീബി ഹഠാവോ തുടങ്ങിയ വളരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ വയ്ക്കുന്നു. കാർഷിക മേഖലയിൽ വരുന്നു. നെഹ്റുവിൻ്റെ മകൾ എന്നതിനേക്കാൾ, നെഹ്റുവിനേക്കാൾ ഒരുപടി കൂടി മുമ്പോട്ട് കിടന്ന ഒരു സോഷ്യലിസ്റ്റ് എന്ന ഒരു മനസ്സ്, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യലിസ്റ്റ്, ഒരു റവല്യൂഷണറി എന്നൊക്കെ പറയും. മറുവശത്ത് ഇന്ദിരാഗാന്ധി എതിർക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മൊറാർജി ദേശായി ആണെങ്കിലും, അല്ലെങ്കിൽ നിജലിംഗ് കപ്പെ ആണെങ്കിലും, അല്ലെങ്കിൽ BJP അന്ന് ജനസംഘംകാരാണെങ്കിലും ഒന്നും നമുക്ക് ഒരു ബഹുമാനമില്ല അവരോട്. കാരണം ഒന്നുമില്ലല്ലോ ഇവർ ആണെങ്കിൽ ടവറിങ് ഫിഗർ, ഇൻ്റർനാഷണൽ ലെവലിൽ ഒക്കെ തന്നെ ഇന്ദിരാഗാന്ധിക്ക് കിട്ടുന്ന സ്വീകാര്യത, ഇതൊക്കെ ഉണ്ട് ഒരു ഘട്ടം. അതൊരു 70ൻ്റെ കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വലിയ വിജയം നേടിക്കഴിഞ്ഞിട്ട് പൊക്രാൻ അണുപരീക്ഷണം, പിന്നെയുള്ള 72 മുതൽ 77 വരെയുള്ള ഇന്ദിരാഗാന്ധി വേറൊരു ഇന്ദിരാഗാന്ധിയാണ് ഞാൻ കാണുന്നത്.
അതോടുകൂടി എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് പിളരുന്നു, കോൺഗ്രസ്സിൽ ഇവർ ഏകാധിപതിയാവുന്നു. അവർ നശിപ്പിച്ചത്, ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ അവർ നശിപ്പിച്ചത് ഇന്ത്യയെ വേറൊരർത്ഥത്തിലാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യ സംഘടനയുടെ അടിത്തറ അവർ തകർത്തു കളഞ്ഞു. ഇന്നും കോൺഗ്രസ് അനുഭവിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. കാരണം സംഘടനാപരമായി ഒന്നുമില്ല. ഇപ്പോൾ കാമരാജ് ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി കാമരാജ് പ്ലാൻ കൊണ്ടുവരുമ്പോൾ, അന്ന് ബാക്കി ശാസ്ത്രി മരിച്ചു കഴിയുമ്പോൾ ആര് വേണം എന്നാലോചിക്കുമ്പോൾ പലരും പല പേരും പറയും. മൊറാർജി ദേശായി നെഹ്റു മരിക്കുമ്പോൾ മുതൽ റെഡിയായി നിൽക്കുക. അതെ. എന്നിട്ടും കാമരാജ് പറഞ്ഞു, നമ്മൾ പ്രായമായവരൊക്കെ മാറി നിൽക്കുക, ചെറുപ്പക്കാരുകൾ വരട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും, നെഹ്റുവിൻ്റെ പിൻഗാമി എന്ന നിലയ്ക്കല്ല ഇന്ദിരാഗാന്ധി വന്നത്. സാർ, അവിടെ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആയിരുന്നില്ലേ വരേണ്ടിയിരുന്നത് കേന്ദ്രമന്ത്രി സ്ഥാനത്ത്? അല്ല, അതൊക്കെ വരാം. ഞാൻ വിജയലക്ഷ്മി പണ്ഡിറ്റ് വരണോ അത് ആ തർക്കത്തിന് വലിയ പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് നെഹ്റുവിൻ്റെ ലെഗസി തന്നെയാണ്. ഞാൻ പറയുന്നത്, നെഹ്റു മരിക്കുമ്പോൾ ശാസ്ത്രീയ പിൻഗാമിയായി വരുന്നു, ശാസ്ത്രി വരുന്നു. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി വേണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് നെഹ്റുവിൻ്റെ മകൾ എന്ന നിലയ്ക്ക് മാത്രമല്ല. അതിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, കാമരാജിനെ സംബന്ധിച്ചിടത്തോളം ദുർബലയായ ഒരു പ്രധാനമന്ത്രി വേണം എന്നാണ് കാമരാജ് പ്രതീക്ഷിച്ചത്. ദുർബലയായ ഒരു പ്രധാനമന്ത്രി ആവുമ്പോൾ കോൺഗ്രസ് സിൻഡിക്കേറ്റിൻ്റെ സംഘടനയ്ക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. മൊറാർജി ദേശായും കാമരാജും നിജലിംഗപ്പയും അതുപോലെയുള്ള വലിയ വമ്പൻ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ, ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയും സഞ്ജീവ റെഡ്ഡി. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നിന്നാണ് കാമരാജ് പ്ലാൻ കൊണ്ടുവരുന്നത്. പക്ഷേ പിന്നെ കാമരാജ് പ്ലാൻ മുഴുവൻ തെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി അധികാരം ഏറ്റുകഴിഞ്ഞോടുകൂടി ഇന്ദിരാഗാന്ധി വേറൊരാളായി. യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പാർലമെൻ്ററി ലീഡർഷിപ്പിന് സംഘടനാ ലീഡർഷിപ്പിനേക്കാൾ പ്രാധാന്യം വന്ന ആദ്യത്തെ ഘട്ടമാണത്. ഇപ്പം നെഹ്റു ടവറിംഗ് ആണ്, എങ്കിൽ പോലും നെഹ്റു സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെഹ്റു മുമ്പോട്ട് പോയിട്ടുള്ളൂ. അതെ. കോൺഗ്രസിൽ ചർച്ച ചെയ്യുന്നു, കോൺഗ്രസിൽ തർക്കിക്കുന്നു, കോൺഗ്രസുമായി വാദിക്കുന്നു, കോൺഗ്രസിൽ എതിരാളികളുണ്ട്. ഇന്ദിരാഗാന്ധി എന്താ ചെയ്തത്? കോൺഗ്രസിൽ തന്നെ ചോദ്യം ചെയ്യുന്ന മുഴുവൻ ആളുകളെയും പുറത്താക്കുക. ഈ നമ്മുടെ നെഹ്റുവിൻ്റെ മന്ത്രിസഭയ്ക്ക് ഉപദേശം നൽകാൻ വേണ്ടി ഒരു കമ്മിറ്റി 64 തോന്നുന്നു. ഇന്ദിരാഗാന്ധി AICC പ്രസിഡന്റായിരുന്നു. അതെ. ഈ ആദ്യം 50-ൽ ഇദ്ദേഹം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ PA ആയിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ തുടക്കം. യെസ്. അതിനുശേഷം AICC പ്രസിഡന്റ് ആവുന്നു. ഇന്ദിരാഗാന്ധി AICC പ്രസിഡന്റായിട്ടുള്ള ഏറ്റവും കോൺട്രവേഴ്സ്യലായ തീരുമാനം കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയെ പിരിച്ചുവിടലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭയെ EMS മന്ത്രിസഭയെ പിരിച്ചുവിടലാണ്. അത് നെഹ്റുവിന് ഇഷ്ടമില്ലായിരുന്നു, ഫിറോസ് ഗാന്ധിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേകമായ താല്പര്യമനുസരിച്ചാണ് അത് ചെയ്തതെന്നും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ നിന്ന് ഫിറോസ് ഗാന്ധി ഇറങ്ങിപ്പോയി എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ദിരാഗാന്ധിയുടെ ആ ടെൻഡൻസി അവസാനിക്കുകയും 60കളുടെ അവസാനത്തിൽ ഈ ഇന്ത്യയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അവിടെയാണല്ലോ നിർണായകമായി കോൺഗ്രസ് പിളരുന്നത്, സഞ്ജീവ് റെഡ്ഡിയെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുന്നു. VV ഗിരി എതിർപക്ഷ സ്ഥാനാർത്ഥിയാവുന്നു. തൊഴിലാളി നേതാവായ VV ഗിരിയെ ഇൻഡയറക്റ്റായിട്ട് പരോക്ഷമായി ഇന്ദിരാഗാന്ധി പിന്താങ്ങുന്നു. എന്നിട്ട് വന്നിട്ട് പറയുന്നു കോൺഗ്രസ്സുകാർക്ക് അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഗിരി ജയിക്കുന്നു, സഞ്ജീവ് റെഡ്ഡി തോൽക്കുന്നു. അതോടുകൂടി കോൺഗ്രസിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി മാത്രമാകുന്നു, നെഹ്റു ഫാമിലി മാത്രമാകുന്നു. നമ്മൾ നെഹ്റു ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ മതിയൊന്നും എനിക്കറിയില്ല. നെഹ്റു അങ്ങനെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരാളാണെന്ന് ഞാൻ കാണുന്നത് ജനാധിപത്യത്തെ. പക്ഷേ അതിനുശേഷം കോൺഗ്രസിന് ഒരു സംഘടനാ സംവിധാനമേ ഉണ്ടായിട്ടില്ല. ഇന്നും കോൺഗ്രസിന്റെ പ്രശ്നം അതാണ്. ഏറ്റവും മോശപ്പെട്ട ഒരു കാലമായിരുന്നു കറുത്ത ദിനങ്ങൾ. ഞാൻ അതിൻ്റെ ഇരയുമാണ്. ഞാൻ എന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. ഞാൻ ജയിലിൽ പോയിട്ടുള്ള ആളാണ്. 1975 ജൂൺ 12 തെരഞ്ഞെടുപ്പ് അയോഗ്യയാക്കപ്പെടുന്നു. രാജ്നാരായൺ വിജയിച്ചതായി അലഹാബാദ് ഹൈക്കോടതി പറയുന്നു. ആ വിധി മറികടക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിൽ നിയമമുണ്ടാക്കുന്നു. 42ാം ഭരണഘടനാ ഭേദഗതി വരുന്നു. ഇന്നും BJP പറയുന്നത് 42ാം ഭരണഘടനാ ഭേദഗതി തെറ്റായിരുന്നു എന്നാണ്. അത് കുറേയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തു 44-ൽ. പക്ഷേ അതിൽ അന്ന് ആഡ് ചെയ്തതാണ് ഈ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന് പറയുന്ന പ്രിയാമ്പിള്ള. അതൊന്നും നമ്മൾ തർക്കിക്കേണ്ട, അതിനോടൊക്കെ ഞാൻ യോജിക്കുന്ന ആളാണ്. പക്ഷേ ഈ 42ാം ഭരണഘടനാ ഭേദഗതിയും പൗരാവകാശങ്ങളുടെ പരിപൂർണമായ ലംഘനവും പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലിടലും, ഇപ്പോഴും നമ്മൾ അതിൻ്റെ ചെറിയ രൂപങ്ങൾ, പ്രതിപക്ഷ നേതാക്കളൊക്കെ പലരും ഇപ്പോൾ ജയിലിലാവും ആണ്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലിടുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവുന്നു, മാധ്യമങ്ങൾ ഇല്ലാതാവുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കെതിരായി അതിശക്തമായി പ്രതികരിച്ച ആളുകൾ ഒരുപാട് പേർ അങ്ങനെ പ്രതികരിച്ചു. 77-ൽ തെരഞ്ഞെടുപ്പ് നടന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജയപ്രകാശ് നാരായണൻ ഇത് വരുന്നു.
തിരിച്ചു ജനതാ പാർട്ടി വരുന്നു, ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് അധികാരം നഷ്ടപ്പെടുന്നു. യു പി, ബീഹാർ പോലെ, ഹരിയാന, രാജസ്ഥാൻ പോലെയുള്ള മധ്യപ്രദേശ് ഒരു സീറ്റ് പോലും വൻ തിരിച്ചടിയായിരുന്നു. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും തോൽക്കുന്നു. അമേഠിയും റായ്ബറേലിയും തോറ്റ ഒരു തെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയമായും അവരുടെ നിലപാടുകളെ അങ്ങേയറ്റം വിമർശിക്കുകയും ഒക്കെ ചെയ്തല്ലോ, അടിയന്തരാവസ്ഥയ്ക്കെതിരായി പോരാടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 1984 അവർ കൊല്ലപ്പെട്ട് പിന്നെ രാജീവ് ഗാന്ധി വരുന്നു. അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഇന്ന് നമ്മൾ ഇന്ദിരാഗാന്ധിയെ വേറെ രീതിയിൽ നമ്മൾ കാണുകയാണ്. ഞാൻ കാണുന്നത് അതുകൊണ്ടാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് എന്തൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട്, ദോഷം ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇന്നത് അങ്ങനെ തന്നെ വിലയിരുത്തണം. പടിഞ്ഞാറൻ രാജ്യങ്ങളോട് അതിശക്തമായ നെഹ്റുവിന് എപ്പോഴും ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. കാരണം നെഹ്റു ഒരു കട്ട് ത്രോട്ട് ഒരാളല്ലല്ലോ, ഒരു ജനാധിപത്യവാദിയാണ്. ഒരു എതിരഭിപ്രായം വന്നാൽ അത് എന്താണെന്ന് പരിഗണിക്കും. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. തനിക്കെതിരായ അഭിപ്രായങ്ങൾ താൻ ഒരിക്കലും അംഗീകരിക്കില്ല. അതുപോലെ വളരെ സോഷ്യലിസ്റ്റിക്കായ അവരുടെ നടപടികൾ, നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് ദേശവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റൂറൽ ഉണ്ടായിരുന്ന ഒരുപാട് എക്സസ് ക്യാപിറ്റൽ, കർഷകരുടെ കയ്യിലുള്ള പണം ബാങ്കുകളിലേക്ക് വരികയും അത് പൊതുമണ്ഡലത്തിൽ വിതരണത്തിന് വരികയും അത് കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല വ്യവസായ മേഖലയ്ക്കും അത് വലിയ തോതിൽ ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകൾ ഇന്ത്യയുടെ ഓരോ മൂലയ്ക്ക് വരികയും, ഇന്നിപ്പോൾ നമ്മൾ ബാങ്കിങ് ഇടപാടിൽ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് കൂടി എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബാങ്ക് ദേശസാൽക്കരണമാണ് ഇന്ത്യയിലെ ഗ്രാമീണനെ ബാങ്കുമായി അടുപ്പിച്ചത്. അവൻ്റെ കാർഷിക ലോണായാലും അവൻ്റെ മറ്റു കാര്യങ്ങളായാലും ഒക്കെ ചെയ്തത്. അതിനുശേഷമുണ്ടായ ഇപ്പോൾ ലിബറലൈസേഷൻ പോലെയുള്ള പോളിസികൾ അതിനെ എങ്ങനെ തകർത്തു എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അതിൽ ഇന്ദിരാഗാന്ധി ഉത്തരവാദിയല്ല, കാരണം അവർ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഈ ബാങ്ക് ദേശവൽക്കരണം, പ്രിവി പേഴ്സ്, രാജാക്കന്മാരുടെ പ്രത്യേക പദവി എടുത്ത് കളയുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ എപ്പോഴേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നെഹ്റുവിന് പലപ്പോഴും ഭയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഗരീബി ഘടാവോ അവർ നടപ്പാക്കിയോ ഇല്ലയോ എന്ന് ചോദിച്ചാലും അമേരിക്കയിൽ നിന്ന് 67 എനിക്ക് ഓർമ്മയുണ്ട്, അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഗോതമ്പ് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഉപ്പുമാവിന്റെ മറ്റേ പൊടി, മഞ്ഞച്ച ഒരു പൊടി ഉണ്ടല്ലോ സ്കൂളുകളിലൊക്കെ കിട്ടുന്ന, ആ പൊടി കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടില്ല എന്നൊരു PL480 ഒക്കെ കാലത്ത് നിന്ന് നമ്മൾ കാണുന്നത് ഇന്ത്യ ഭക്ഷ്യ സ്വയം പര്യാപ്തമുള്ള രാജ്യമാണ്. ഭക്ഷണം വേണമെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ പട്ടിണി മാറി കയറ്റുമതി ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിൽ പോലും ഇവിടെ വേണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കാവുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായി. അതിൻ്റെ മറ്റു വിഷയങ്ങൾക്ക് വിട്ടുകഴിഞ്ഞാൽ അപ്പോൾ അതിൽ കാർഷിക മേഖലയിലുണ്ടായ വ്യത്യാസം, അത് ഗ്രാമത്തിലുണ്ടായ ഉണർവ്, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റം, ഞാനത് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മുടെ കോളേജുകൾ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ വരുമാനം വന്നപ്പോഴാണ് കൂടുതൽ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വന്നത്. അവർക്ക് ബാങ്ക് ലോൺ ആക്സസിബിൾ ആയി. ഈ നാട്ടിലെ ഹുണ്ടിയക്കാരൊക്കെ ഒന്ന് വലിഞ്ഞു. കാർഷിക ബാങ്കിങ് മേഖല മൊത്തം സ്വകാര്യ വ്യക്തികളുടെ കൈകളിലായിരുന്നു. അത് അപ്പൊ ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗുണമാണ്. കാരണം അവർക്കൊരു നിശ്ചിത, പിന്നെ ബാങ്ക് വായ്പ എടുക്കലും ആത്മഹത്യയിലും ഒക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷെ അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വായ്പ കിട്ടുന്നു, ബാങ്ക് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ബാങ്ക് കേവലം ഒരു ലാഭാധിഷ്ഠിത സ്ഥാപനമല്ല എന്നും അത് സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു സംഗതി ബാങ്കിനുണ്ട് എന്നും ബോധ്യപ്പെടുത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. ഇപ്പം അത് മൊത്തം മറിഞ്ഞു പോയി എന്നുള്ളത് വേറെ കഥയാണ്. ഇപ്പോൾ നമുക്ക് ന്യൂജൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത ബാങ്കുകളായിട്ടും പൈസ തരികട ചെയ്യുന്ന ബാങ്കുകളായിട്ടും കള്ളപ്പണം മാറ്റുന്ന ബാങ്കുകളായിട്ടും ഒക്കെ മാറി. പക്ഷേ അന്ന് അതിൻ്റെ അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഒരു വലിയൊരു കാര്യം, ഇപ്പോൾ 1947 ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെട്ടത്. മതം, മുസ്ലിങ്ങളുടെ ഒരു രാജ്യം, മുസ്ലിം അല്ലാത്തവരുടെ ഒരു മതേതര രാജ്യം. പക്ഷെ മുസ്ലിങ്ങളുടെ ഒരു രാജ്യം നിലനിന്നില്ലല്ലോ. 71 ആയപ്പോഴേക്കും 34 വർഷം കഴിയുമ്പോഴേക്കും ആ രാജ്യം രണ്ടായി ബംഗ്ലാദേശായി പോയി. അവിടെ മതത്തേക്കാൾ ഭാഷ പ്രധാനമാണ്, സംസ്കാരം പ്രധാനമാണ് എന്ന് പറയുന്നു. ഇന്ത്യയായിട്ട് ഒരു ഗുണമുണ്ട്, ഇപ്പോഴും ഞാൻ കാണുന്നത് കിഴക്കൻ മേഖലയിൽ എനിക്ക് പട്ടാളം ആവശ്യമില്ലല്ലോ. മുമ്പ് കിഴക്കും പടിഞ്ഞാറും പട്ടാളം നിർത്തിയിരുന്ന ഇന്ത്യക്ക് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ഇന്ത്യക്ക് പട്ടാളം ആവശ്യമില്ല. അപ്പോൾ ഇന്ത്യയുടെ പട്ടാളത്തിന്റെ ആവശ്യം തന്നെ പകുതിയായി. ഞാൻ കാണുന്നത് മിലിറ്ററി എക്സ്പെൻസ് ആ അർത്ഥത്തിൽ നമുക്ക് കുറഞ്ഞില്ല. അതൊരു വലിയ കാര്യമല്ലേ ഇന്നത്തെ ഒരു കാലത്ത്. ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ അത് ആ 71 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അവിടെ നമുക്ക് മിലിറ്ററി വേണ്ട, അത്ര വലിയ സൈനിക സന്നാഹങ്ങൾ വേണ്ട. ഇപ്പോൾ യൂറോപ്പിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും എന്തോ ഭയങ്കര ശത്രുക്കളാണ്, ക്രിക്കറ്റ് കളിക്കുമ്പോൾ ജയിക്കണം അങ്ങനെയൊക്കെ പറയണ്ടല്ലോ നമ്മൾ. ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയ യുദ്ധം, ഏറ്റവും ശക്തമായ യുദ്ധം നടന്ന രാജ്യങ്ങളാണ് ജർമ്മനിയും ഫ്രാൻസും
ഓക്കെ. ഇന്ന് നോക്കൂ, ജർമ്മനി ഫ്രാൻസും ഒരു രാജ്യം പോലെയാണ്. അതെ, ഒരു രാജ്യം പോലെ. നിങ്ങൾക്ക് ഒരു വിസ എടുത്താൽ ജർമ്മനിയിൽ പോവാം, ഫ്രാൻസിലും പോവാം. ഇത് രണ്ട് രാജ്യമാണ്, നമുക്ക് അറിയ പോലും ഇല്ല. എവിടെയാണ് ജർമ്മനി അവസാനിക്കുന്നത്, എവിടെയാണ് ഫ്രാൻസ് അവസാനിക്കുന്നത്, മാപ്പ് നോക്കണം, ഗൂഗിൾ മാപ്പ് നോക്കണം, എന്നാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ നമുക്ക് പട്ടാളത്തിൽ നിർത്തേണ്ടി വരിക, അത് പോയില്ലേ? അതൊരു ഒരു വലിയ വ്യത്യാസം. രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിന് അത്രയും ചെലവ് കുറഞ്ഞില്ലേ? മാത്രമല്ല അത്രയും സേഫ്റ്റി ഇല്ല. പിന്നെ ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് ചൈനയുമായുള്ള ബന്ധം, സിക്കിം പോലെയുള്ള ഒരു രാജ്യം ഇന്ത്യയോട് ചേർക്കുമ്പോൾ അതിൽ കോൺട്രവേഴ്സി ഉണ്ട്. ചൈനയ്ക്ക് അതിൽ എതിർപ്പുണ്ട്, പലരും അത് എതിർത്തിട്ടുണ്ട്. പക്ഷേ ഒരു ധൈര്യപൂർവ്വം ചേർത്തു. ഇന്ത്യയുടെ സംസ്ഥാനമായി അവിടെ ഇത് നടത്തി, അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി, അവരെ ചേർത്തു. അവരിന്ന് ഇന്ത്യയുടെ ഭാഗമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിലുണ്ട്. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോൾ മറുവശത്ത് ഇന്ദിരാഗാന്ധി തകർത്ത് കളഞ്ഞത് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ സംവിധാനങ്ങളെയാണ്. അത് നമുക്ക് പറയാതിരിക്കാനേ പറ്റില്ല. അങ്ങനെ ഒരു മാതൃക സൃഷ്ടിച്ചു കൊടുത്തത് അവരാണ്. നെഹ്റുവിൽ നിന്ന്, ശാസ്ത്രിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയിലേക്ക് വരുമ്പോൾ അവരുടെ പാർട്ടി മാത്രമല്ല, പാർട്ടി അവരെ പൊടി പാറിച്ചു കളഞ്ഞു. പിന്നെ അവർക്ക് ഇന്ദിര എന്ന് പറയും, ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് നെഹ്റു ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല. അത് നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യ ഈസ് നെഹ്റു, നെഹ്റു ഈസ് ഇന്ത്യ ഗാന്ധി പോലും സമ്മതിക്കില്ല. ആ ഘട്ടത്തിലാണ് ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കോമാളിത്തരങ്ങൾ കോൺഗ്രസ്സുകാരെ കൊണ്ട് പറയിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, സംസ്ഥാനങ്ങളുടെ ഇന്ത്യയുടെ ഫെഡറൽ ഘടന അവർ തകർത്തുള്ളത്. കോൺഗ്രസിൻ്റെ ഫെഡറൽ ഘടന തകർത്തോടുകൂടി ഇന്ത്യയുടെ ഫെഡറൽ ഘടന അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ആദ്യം ചെയ്തത് 2 സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടില്ല, ഗുജറാത്തും തമിഴ്നാടും. അതും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റുകളെ അവരങ്ങ് പിരിച്ചു. അവിടെ ജനാധിപത്യം വീണ്ടും പോവാണ്. ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നു. അവിടെ ഒരു കാര്യം. പിന്നെ ലോക്കൽ നേതാക്കന്മാർ അതീവൻ 1980 അവർ അധികാരത്തിൽ വരുമ്പോഴും ആ സ്വഭാവമുണ്ട്. എന്നുവെച്ചാൽ സംസ്ഥാന നേതാവ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഹൈ കമാൻഡാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഹൈ കമാൻഡ് എന്ന വാക്ക് വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഈ കോൺഗ്രസ് വരുമ്പോഴാണ്. അതുവരെ ഹൈക്കമാൻഡ് ഇല്ല, സിൻഡിക്കേറ്റ്, വർക്കിംഗ് കമ്മിറ്റി, അങ്ങനെയൊക്കെ നൽകുന്ന ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വീടാകുന്നു, ഒരാളാകുന്നു, ഒരു ചെറിയ കൂട്ടമാകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ലോക്കൽ ലീഡേഴ്സിന് ഒരു ജനാധിപത്യമില്ല, അവർക്കൊന്നുമില്ല. മുമ്പ് കോൺഗ്രസിൽ ഗ്രൂപ്പിനെ കുറിച്ച് പലരും പറയും, കോൺഗ്രസിൽ എന്നും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയും. ശരിയാണ്, കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗാന്ധിയുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, സുഭാഷ് ചന്ദ്രബോസിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പട്ടാഭി സീതാരാമയ്യയുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഭഗത് സിംഗിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു, നേതാജി. പക്ഷേ അതൊക്കെ ആശയപരമായ ഗ്രൂപ്പായിരുന്നു. ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി തമ്മിലുള്ള ആശയപരമായ ചില അഭിപ്രായ വ്യത്യാസം. പക്ഷെ ഇന്ദിരാഗാന്ധി വന്നതോടുകൂടി ആശയപരമായ ഒരു ചർച്ചയും നടക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നുള്ളതാണ്. ഒരാശയം അവിടെ ചർച്ചയില്ല. ആശയം പറയുന്നതും അതിൻ്റെ നേതാവിനെ തീരുമാനിക്കുന്നതും എല്ലാം ഹൈ കമാൻഡാണ് എന്ന് പറയുന്നിടത്തേക്ക് കോൺഗ്രസിലെ ജനാധിപത്യത്തിനുണ്ടായ നാശം, അത് ഈ കോൺഗ്രസിനെ മാത്രമല്ല ബാധിച്ചത്. ഞാൻ കാണുന്നത് ഒന്ന് കോൺഗ്രസിലതുണ്ടായി, അത് ഇന്ത്യ രാജ്യത്തൊരു പ്രശ്നമുണ്ടായി, മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസിനെ അനുകരിച്ചത്. ചെറിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ കോൺഗ്രസിനെ അനുസരിച്ചു. പിന്നെ സംസ്ഥാനങ്ങളിൽ ഈ ലീഡർഷിപ്പിനെ മാറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് NT രാമറാവുവിൻ്റെ കാര്യമാണ്. ചെന്ന റെഡ്ഡിയുടെ ചെകിട്ടത്ത് അടിച്ചു എന്നാണ് പറയുന്നത്. ചെന്ന റെഡ്ഡിയുടെ ചെകിട്ടത്ത് അടിക്കുമ്പോൾ അയാളെ സഞ്ജയ് ഗാന്ധിയെ സ്വീകരിക്കാൻ ചെന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു കഥ. എന്തായാലും തെലുഗു സ്വയം ഗൗരവ എന്ന് പറഞ്ഞിട്ട് ഈ NT രാമറാവു പാർട്ടി അദ്ദേഹത്തിൻ്റെ തെലുഗുദേശം പാർട്ടി ഉണ്ടാക്കുകയും TDP ഉണ്ടാക്കുകയും ആ പാർട്ടി ലോകത്ത് അതിന് മുമ്പ് ഒരു മനുഷ്യന് വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു അധികാരം. പിന്നെ നമ്മൾ കാണുന്ന ആം ആദ്മിയാണ് അങ്ങനെ കാണുന്നത്. അത് പിന്നെ ഇദ്ദേഹത്തിനൊരു സിനിമയെങ്കിലുണ്ട്. സിനിമയിലെ ദൈവങ്ങളായി വന്ന ഇയാൾ സിനിമാ വേഷത്തിൽ വന്ന് രഥത്തിൽ പ്രചരണം നടത്തുകയും ശ്രീരാമനായും ശ്രീകൃഷ്ണനായും കർണനായും ഒക്കെ വന്ന് മനുഷ്യനെ പിടിക്കും. അതിന് കാരണം ഇന്ദിരാഗാന്ധിയുടെ ഈ സമീപനമാണ്. എല്ലാ സംസ്ഥാനത്തും കേരളത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ കരുണാകരൻ വേണ്ടപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ആ കൾച്ചറിലേക്ക് കരുണാകരൻ ഇന്ദിരാഗാന്ധിയായിട്ട് അടുത്ത ആളാണ്, അല്ലെങ്കിൽ ആൻ്റണി അടുത്ത ആളാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാണ് അടുപ്പം. അതുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന്, അപ്പോൾ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് വർക്കല മണ്ഡലത്തിൽ ആര് മത്സരിക്കണം, അല്ലെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിൽ ആര് മത്സരിക്കണം, തൃക്കാക്കര മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ എന്ന് വെച്ചാൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കോൺഗ്രസ് ആവണമെങ്കിൽ അത് താഴെത്തട്ടിൽ നിന്ന് ജനങ്ങൾ അംഗീകരിക്കുന്ന ജനാധിപത്യപരമായി പോരുന്നൊരു കോൺഗ്രസ് ആവണം.
അതിൻ്റെ ഏതെങ്കിലും തലത്തിൽ സംഘടന ഉണ്ടാവണം, തെരഞ്ഞെടുപ്പ് ഉണ്ടാവണം, ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നത് ഉണ്ടാവണം. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ, ഞാനിപ്പോൾ രാഹുൽ ഗാന്ധി ഏകാധിപതിയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം രാഹുൽ ഗാന്ധിയുടെ കൺസെപ്റ്റ് അതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഡെമോക്രസി വരട്ടെ, ഞാനല്ല വരേണ്ടത്, ഞാനല്ല പ്രസിഡന്റ് ആവേണ്ടത്, ഞാനല്ല നേതാവാവേണ്ടതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അപ്പോഴേക്കും ഈ പറഞ്ഞമാതിരി നാനായുധമായി. അതെ, ഉയർത്തെഴുന്നേൽപ്പ് ഇല്ലാത്ത ഒരു നാനായുധമായി. ഇന്നിപ്പോൾ ഇന്ദിരാഗാന്ധി ആളുകൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്, ഇപ്പോൾ ഉദാഹരണം, പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ പിടിച്ചിടുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാക്കളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജയിലിലിട്ടുള്ള ഇന്ദിരാഗാന്ധി. ഒരു രാത്രി കൊണ്ട് ജയപ്രകാശ് നാരായണനും മറ്റേ മൊറാജി ദേശായി, ചരൺ സിംഗും അടക്കം, മറ്റേ ചന്ദ്രശേഖർ, കൂടെ നിന്ന ചന്ദ്രശേഖർ അടക്കം ഉള്ള ആളുകളെ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് JP പറയുന്ന ഒരു കമൻ്റുണ്ട്. വാജ്പേയി, അദ്വാനി ഇവരൊക്കെ ജയിലിലാണ്. ഇവിടത്തെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പലരും ജയിലിൽ. എതിരായി എഴുതിയ മാധ്യമപ്രവർത്തകരെ ജയിലിട്ടു. സെൻസർഷിപ്പ് വന്നു, പത്രങ്ങൾ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടത് കോടതി അംഗീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, വാജ്പേയിയും അദ്വാനിയും മൊറാജി ദേശായിയും ജയപ്രകാശ് നാരായണനും ജയിലിലിട്ടതും കോടതി അംഗീകരിച്ച ഇന്ത്യയിൽ. കാരണം ഒരു നിയമപ്രകാരം ഇട്ടാൽ ആ ഏത് നിയമപ്രകാരം നിങ്ങൾ ഇടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം അന്ന് മിസ്സയാണ് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്റ്റും DIR പോലെയുള്ള നിയമങ്ങളാണെങ്കിൽ ഇന്ന് PMLA പോലെയുള്ള നിയമങ്ങളാണ്. ഞാൻ പറഞ്ഞത്, കോടതി ഒരു കാര്യം അംഗീകരിക്കുന്നത് ആ നിയമം പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ നിയമം അവിടെ ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ UAPA പ്രകാരം നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജാമ്യം തരണമെന്നില്ല. നിങ്ങളുടെ വകുപ്പിൽ UAPA എന്ന് എഴുതിയാൽ മതി. അതെ, നിങ്ങളെ ഒരു സ്ത്രീപീഡന കേസിലാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടില്ല. പോക്സോ കേസിൽ കോടതിക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിൽ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ VR കൃഷ്ണയ്യർ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ, അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി വരുന്നു, അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നു. അപ്പീൽ ബെഞ്ചിലുള്ളത് കൃഷ്ണയ്യരാണ്. അപ്പോൾ കൃഷ്ണയ്യർ ഇവർക്ക് സ്റ്റേ കൊടുക്കുന്നു. സ്റ്റേ കൊടുക്കുമ്പോൾ ഇവരോട് പറയുന്നത്, പകരം സംവിധാനം ഉണ്ടാക്കുന്നത് വരെ സ്റ്റേ തരാൻ വിധിക്ക്. പക്ഷെ ഇവർ പോയിട്ട് പകരം സംവിധാനം ഉണ്ടാക്കുകയല്ല ചെയ്തത്, ഇവരാ നിയമം മാറ്റിയത്. ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് കോടതിയെ കളിയാക്കുക ചെയ്തത്. അത് കൃഷ്ണയ്യരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മരിക്കുന്നത് വരെ എപ്പോഴും ഈ വിഷയം പറഞ്ഞാൽ ഉടനെ അദ്ദേഹം പറയും, ഞാൻ വഞ്ചിക്കപ്പെട്ട ഒരു കേസാണത്, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊടുക്കില്ല. കൊടുത്തില്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഒഴിയണം. അതെ, ജാമ്യം കൊടുത്തില്ലെങ്കിൽ, സ്റ്റേ കൊടുത്തില്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഒഴിയണം. യഥാർത്ഥത്തിൽ പകരം സംവിധാനം ഉണ്ടാക്കുന്നത് വരെ സ്റ്റേ എന്നാവശ്യപ്പെട്ടിട്ട് പകരം നിയമം ഉണ്ടാക്കി ഇതിനെ സർക്കംസ്ക്രൈബ് ചെയ്തു എന്നാണ് കൃഷ്ണയ്യർ പറഞ്ഞത്. അതൊരു വളരെ വളരെ ഇതിലുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ രാജീവ് ഗാന്ധി വരുന്നത്, യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധി ഒരു താല്പര്യമില്ലാത്ത ആളായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം വിമാനം പറത്തി സൗകര്യമായിട്ട് ജീവിച്ച കുട്ടികളും ഭാര്യയൊക്കെ ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷേ സഞ്ജയ് ഗാന്ധി മരിക്കുമ്പോൾ അവിടെയും ഇന്ദിരാഗാന്ധിയെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പരാതി സഞ്ജയ് ഗാന്ധിക്ക് വലിയ അടിമയായിരുന്നു. പക്ഷേ സാറേ, അതിൽ ഈ രാജീവ് ഗാന്ധിയെ കൊണ്ടുവന്നതിൽ രാജീവ് ഗാന്ധി സാർ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ രാജീവ് ഗാന്ധി നമ്മൾ ആ വന്ന സമയത്ത് പ്രതീക്ഷിച്ച ആളല്ലായിരുന്നു ഭരണ കാര്യത്തിൽ. മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ രാജ്യത്തിന് ഉപകാരപ്രദമായി. ഞാനതാ പറഞ്ഞേ, യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് തനിക്ക് വിശ്വസ്തനായ ഒരാളെ കണ്ടെത്താൻ കഴിയാതെ വരികയാണ്. നെഹ്റുവിന് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. നെഹ്റുവിന് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈവൻ ഏറ്റവും എതിർക്കുന്ന മൊറാർജി ദേശായിയെ പോലും നെഹ്റു കൂടെ നിർത്തി. തീർച്ചയായിട്ടും. ശാസ്ത്രിയെ കൂടെ നിർത്തി, പട്ടേലിനെ കൂടെ നിർത്തി, അംബേദ്കറെ കൂടെ എന്ന് പറഞ്ഞാൽ നെഹ്റു, അതാണ് നെഹ്റുവിൻ്റെ രാഷ്ട്രീയം. ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ ഒരാളെ പോലും കൂടെ നിർത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, താൻ പറയുന്നത് കേൾക്കുന്നവർ മാത്രമേ തൻ്റെ കൂടെ വേണ്ടൂ തീരുമാനിക്കുന്ന. ചിലരെ കൂടെ നിർത്താൻ ശ്രമിച്ചെങ്കിൽ അവർ അപകടകാരിയായി. ഇന്ദ്രൻവാല അതുപോലെ അത് കൂടെ നിർത്തുകയല്ല അവർ വിശ്വസിച്ചത്. പ്രശ്നം എന്താ വെച്ചാൽ, അപ്പോൾ രാജീവ് ഗാന്ധിയെ കൊണ്ടുവരുന്നത് കോൺഗ്രസിൽ തനിക്ക് വിശ്വസ്തനായ ഒരാൾ വേണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർലമെൻറ്റ് അംഗമാക്കുന്നതും മറ്റു കാര്യങ്ങളാവുന്നതും. മരിക്കുമ്പോൾ രാജീവ് ഗാന്ധി തന്നെ വരുന്നത്. ഇപ്പോൾ ബിന്ദ്രൻവാലയുടെ കാര്യം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ബിന്ദ്രൻവാലയെ ഈ അകാലിദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അതാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രശ്നം. കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിനെ പിളർത്തി, പഞ്ചാബിൽ അകാലിദളിനെ പിളർത്തി, തമിഴ്നാട്ടിൽ DMK പിളർത്തി. ഇത് കാരണം പ്രാദേശികമായി ഉയർന്നു വരാവുന്ന റെസിസ്റ്റൻസുകളെ പിളർത്തി
അത്തരം രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തി അവർക്ക് നിഷ്പ്രഭമാക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അവിടെയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന നമ്മൾ ആദ്യം പറഞ്ഞത്. ഫെഡറൽ ഘടനയിൽ കേരളത്തിൻ്റെ സർക്കാരിന് അവകാശമുണ്ട്. തീർച്ചയായും. തമിഴ്നാട്, ആന്ധ്രയ്ക്ക് ആന്ധ്രയുടെ, തെലങ്കാനയ്ക്ക് തെലങ്കാനയുടെ. അങ്ങനെയാണ് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. പാർലമെന്റിൽ ആരാണോ ഭൂരിപക്ഷം അവർക്ക് അവിടെ ഭരിക്കാം. പക്ഷെ ഇവിടെ വരേണ്ടത് വേറെയാണ്. അപ്പോൾ ആ ജനാധിപത്യ സങ്കല്പം ഫെഡറൽ സങ്കല്പത്തിൽ വലിയ തോതിൽ വെള്ളം ചേർക്കുകയും അകാലിദളിനെ പിളർത്തി അകാലിദളിനകത്ത് കുറച്ച് തീവ്രവാദപരമായൊരു നിലപാടെടുക്കുന്ന ആളുകളെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഖാലിസ്ഥാനാവുന്നു പിന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി ഭിന്ദ്രൻവാലയെ പിന്തുണയ്ക്കുമ്പോൾ ഖാലിസ്ഥാൻ വാദം ഇല്ല. പക്ഷേ ഭിന്ദ്രൻവാല ഈ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ അയാൾ ഖാലിസ്ഥാനാവുകയും ഖാലിസ്ഥാൻവാദി ഇതാവുകയും ഒക്കെ ചെയ്ത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വരികയും ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ സൈന്യം കയറുകയും അതിൻ്റെ ഫലമായി ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരാൽ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു സിഖുകാരനെ ജർണൈൽ സിംഗ് പോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒരാളെ കൂടെ നിർത്തി തൻ്റെ സുരക്ഷ ബിയാൻ സിംഗും അവരെ ഏൽപ്പിക്കും. അത് വേറൊരു കോൺഫിഡൻസ് ലെവലാണ്. കാരണം ഇന്ദിരാഗാന്ധി ഒരിക്കലും അതിനെ മതപരമായി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കാര്യം. ഷി വാസ് സോ സെക്യുലർ, അങ്ങേറ്റ് സെക്യുലർ. നമ്മൾ ഇന്നത്തെ ഭരണാധികാരികൾ ആരായാലും അത്രയും സെക്യുലർ ആവാൻ പലർക്കും സാധിക്കില്ല. അതാണ് പ്രശ്നം. സെക്യുലർ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു മുസ്ലിമിനെ എപ്പോഴെങ്കിലും ഒരു അംഗരക്ഷകനായി നിർത്തില്ല എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ വ്യത്യാസം. മുസ്ലിങ്ങളൊക്കെ ഇവിടുത്തെ തീവ്രവാദികളാണ്. മുസ്ലിങ്ങൾ എത്രയോ പാവപ്പെട്ട മനുഷ്യരുണ്ട്, എത്രയോ ദേശസ്നേഹികളുണ്ട്, എത്രയോ പട്ടാളക്കാരുണ്ട്. പക്ഷേ അവിടെ അത് അവർ കുഴപ്പക്കാരാണോ എന്നുള്ളതല്ല, ഇവരുടെ ഉള്ളിൽ എന്തുണ്ടെന്നുള്ളതാണ്. ഞാനത് ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തു നിന്നാണ് ഞാൻ അതിനെ കാണുന്നത്. സോണിയാഗാന്ധിയുടെ അവസാനം ചോദിക്കുന്നുണ്ട്, ഇത് ബോഡി എടുത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് സിഖുകാർ, അവർ പറഞ്ഞ സിഖുകാരാണ് ചെയ്തതെന്നൊന്നും അല്ല പ്രശ്നം. ഖാലിസ്ഥാൻവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നത് സിഖുകാരനായിക്കൊള്ളുന്നില്ലല്ലോ. ഏതായാലും ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ്റെ റിവേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിട്ടേൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലയ്ക്ക് അത് വരുന്നു. പക്ഷേ അപ്പോഴും ഇന്ദിരാഗാന്ധിയിൽ വേറൊരു ക്വാളിറ്റി ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞു. ഇത്രയും ഇന്ദിരാഗാന്ധി എതിർക്കുമ്പോഴും ചില ക്വാളിറ്റീസ് അവരിലുണ്ട്. ഇന്ദിരാഗാന്ധി സൃഷ്ടിച്ച സംഘടന ഇല്ലാത്തൊരു സംഘടന. ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി ആരാ തീരുമാനിക്കുക? ഹൈക്കമാൻഡ് തീരുമാനിക്കും. വർക്കിംഗ് കമ്മിറ്റി തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ്. പിന്നെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ച തീരുമാനം ഹൈക്കമാൻഡ് നടപ്പാക്കണമെന്നല്ല, ഹൈക്കമാൻഡ് തീരുമാനിച്ച കാര്യം വർക്കിംഗ് കമ്മിറ്റി നടപ്പാക്കണം. 8-10 ദിവസത്തെ നിരന്തരമായ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ട് കൂടിയാലോചന നടത്തിയ ശേഷം ഹൈക്കമാൻഡ് തീരുമാനിക്കും. അല്ല, അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഭയമാണ്. അങ്ങനെ അല്ലാതെ പോകാൻ കഴിയുമെന്നുള്ളത്. അല്ല, അങ്ങനെ പോകണമെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞത് ഈ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ സമയം കിട്ടിയത് അവർ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വളർത്തേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ആശയപരമായി, അതൊരു തെരഞ്ഞെടുപ്പ് ജയിക്കുകയോ തോൽക്കുന്നതല്ല, ആശയപരമായി നിലവിലുള്ള ഭരണകൂടവുമായി ഏറ്റുമുട്ടുന്ന താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനത്തിൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ച് റീബിൽഡ് ചെയ്യാൻ പറ്റൂ. കോൺഗ്രസ് വേണോ വേറെ പേര് വേണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ റീബിൽഡ് ചെയ്യണമെങ്കിൽ, കാരണം ഇത് താഴെ തട്ടിൽ നിന്നുണ്ടായി വരേണ്ട ഒരു സാധനം. ഹൈക്കമാൻഡ് നേരത്തെ പറഞ്ഞിട്ട് ഇവിടെ തൃശ്ശൂർ ഇന്നാൾ, കോഴിക്കോട് ഇന്നാൾ എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കേണ്ടതല്ല. അങ്ങനെ അറിയണമെങ്കിൽ ഹൈക്കമാൻഡിൽ കൃത്യമായി ഇവിടുത്തെ പൾസ് അറിയുന്ന ആൾ വേണം. ഈ അറിയിക്കുന്ന ആൾ സ്വാർത്ഥ താല്പര്യമുള്ള ആളാണെങ്കിലോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം എനിക്കറിയാം, ഒരു 2004 തെരഞ്ഞെടുപ്പിലാന്ന് തോന്നുന്നു UDF ഏറ്റവും ദയനീയമായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റൊരു തെരഞ്ഞെടുപ്പ്. അതിന് മുമ്പ് അങ്ങനെ UDF തോറ്റിട്ടില്ല. ഒരു സീറ്റാണ് കിട്ടിയത്. 19 സീറ്റ്, 18 അന്ന് PC തോമസ് മറ്റേ മൂവാറ്റുപുഴ. അവർ പറയാറുണ്ട്, അവർ പറയുന്നത് ഈ ഭയങ്കര ലോൺലിനെസ് ആയിരുന്നു അവർക്ക്. അച്ഛൻ എപ്പോഴും യാത്രയിലും ജയിലിലും പലപ്പോഴും കൂടെ പോകാൻ പറ്റില്ല, കാരണം അമ്മയ്ക്ക് അസുഖമാണ്. ഇവർ 3 പ്രാവശ്യമായിട്ട് പഠനം നിർത്തി വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് കൂട്ടിരിക്കുക, അമ്മയ്ക്ക് അസുഖമായിട്ട്. ഒരു തവണ അച്ഛൻ അസുഖമായിട്ടും പഠനം നിർത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം,
ഞാൻ മുമ്പ് നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ വായിക്കുമ്പോൾ മാത്രം മതി യഥാർത്ഥത്തിൽ നമുക്ക് ഒരു അച്ഛനും മകളും തമ്മിലുള്ള റിലേഷനും ആ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. രാജ്യത്ത് കൂടുതലും പറയുന്ന രാജ്യത്തെ നീ ഭക്ഷണം കഴിച്ചോ, നീ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, നീ എങ്ങനെ സ്കൂളിൽ പോകണമെന്നൊന്നുമല്ല, അതൊന്നുമല്ല. അപ്പം ആ അർത്ഥത്തിൽ ആ കത്തുകൾ ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ഒരു സാധനം. അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു ജയിലിൽ കിടക്കുന്ന അച്ഛൻ 15 വയസ്സായ മകൾക്ക് അയക്കുന്ന കത്തുകളാണോ ഇത് എന്ന് നമുക്ക് അത്ഭുതപ്പെട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. അല്ല, ഇന്ദിരാഗാന്ധി അത് വായിച്ചിരുന്നു എന്നുള്ളതാണ് അതിലെ ഒരു കാര്യം. പലപ്പോഴും അവർക്ക് അതാണ് ഒരു ആശ്വാസമായി വന്നിരുന്നതെന്നും കത്താണ് അച്ഛനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടില്ലെന്നുള്ളത്. അപ്പോൾ ഒരു ബിൽഡപ്പ് ഉണ്ട്. നമ്മൾ സാധാരണ ശൈലിയിൽ പറഞ്ഞാൽ ഈ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ആളാണ് ഇന്ദിരാഗാന്ധി. ആ അർത്ഥത്തിൽ എല്ലാം ഉണ്ട്. ആനന്ദഭവനിലെ ആനന്ദമുണ്ട്, ഒക്കെ ഉണ്ട്. നെഹ്റുവിൻ്റെ മകളാണ്, ഗാന്ധിയുടെ പെറ്റാണ്, ഒക്കെയാണ്. ഇപ്പോൾ ടാഗോറാണ് പ്രിയദർശിനി എന്ന് വിളിക്കുന്നത്. ടാഗോർ വളരെ അപൂർവം പേരേ ഉള്ളൂ പ്രിയദർശിനി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റുള്ളവർ നോക്കിയാലേ കേൾക്കുന്നില്ല നമ്മൾ. ടാഗോർ ഒരാളെ പ്രിയദർശിനി എന്ന് വിളിക്കണമെങ്കിൽ വിശ്വഭാരതിയിൽ വെച്ച്. അപ്പം ഞാൻ പറഞ്ഞത് ഒരുപാട് പെറ്റായി വളർന്ന ഒരാളാണ്. അതിൻ്റെ ഗുണവും ദോഷമൊക്കെ ഉണ്ടാവാം, പക്ഷേ അപ്പോഴും ഒരു ഹാർഡ് വർക്കിംഗ് ആണ്. അതെ, തീർച്ചയായിട്ടും. അതാണ് ഒരു കാര്യമുള്ളത്. ഒരു ഈസി ആയിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്ന ആളല്ല. നല്ല യുവത്വം തിളങ്ങി നിൽക്കുന്ന സമയത്താണ് AICCയുടെ അത്രയും ചെറുപ്പത്തിൽ വേറെ AICCക്ക് ആരും 33-40 വയസ്സിൽ താഴെ. അല്ല, അങ്ങനെ മാത്രമല്ല, അവർ നെഹ്റുവിൻ്റെ PA ആവുമ്പോൾ 30 വയസ്സുള്ളൂ. 32 വയസ്സൊക്കെയാണ് നെഹ്റുവിൻ്റെ PA ആവുമ്പോൾ. അപ്പോൾ അന്നത്തെ നെഹ്റുവിൻ്റെ PA എന്ന് പറഞ്ഞാൽ എന്ത് കോംപ്ലിക്കേഷൻ ഉണ്ട്. ലോകത്തില്ലാത്ത മുഴുവൻ പ്രശ്നങ്ങളുണ്ടല്ലോ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടല്ലോ ഇന്ത്യയിൽ. ആ ഘട്ടത്തിൽ നെഹ്റുവിൻ്റെ PA ആവുന്നു. അത് കഴിഞ്ഞ് അത് നമ്മൾ ചെയ്യുന്നു. അത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോഴും ഇന്ദിരാഗാന്ധിയെ ഇങ്ങനെ കയറ്റിറക്കത്തിൻ്റെ ഒരാളായിട്ടാണ് മാത്രമേ കാണാൻ പറ്റും നമുക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അതേപോലെ 100% എതിർക്കാനും പറ്റില്ല, അവരെ 100% അംഗീകരിക്കാനും പറ്റില്ല. ലവ് ഹേറ്റ് റിലേഷൻ നമ്മൾ പറയുന്നത്. ആ അർത്ഥത്തിൽ ചരിത്രവും ഇന്ദിരാഗാന്ധി അങ്ങനെ തന്നെ കാണുമെന്നാണ് ഞാൻ കാണുന്നത്. അവരുടെ പോസിറ്റീവ്സ് ഒരുപക്ഷെ തുടരാൻ ആളുകളുണ്ടായില്ലെങ്കിൽ നെഗറ്റീവ് തുടരാൻ ആളുകളുണ്ടെന്നുള്ളതും വേറൊരു പ്രശ്നമാണ്. എന്തായാലും നമുക്ക് ഇന്ദിരാഗാന്ധി ഞാൻ കാണുന്നൊരു ഇന്ദിരാഗാന്ധി ഇങ്ങനെയാണ്. എന്തായാലും ചരിത്രജാലകം എന്ന ഒരു എപ്പിസോഡ് നമ്മൾ തുടങ്ങിയ ശേഷം ധാരാളം വ്യക്തികളെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകുകയും അതിനോടൊപ്പം തന്നെ രാജ്യത്ത് നെഗറ്റീവായിട്ട് ധാരാളം സംഭവവികാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആളുകളെക്കുറിച്ച് തന്നെയാണ് രണ്ടും ചർച്ച ചെയ്തു പോവുകയാണ്. അതിൽ നിന്ന് തീർത്ത് വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് ഇന്ദിരാഗാന്ധിയുടേത് എന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ച് ഇവിടെ നിർത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അടുത്ത ഒരു വ്യക്തിയെക്കുറിച്ചുള്ള എപ്പിസോഡുമായി വീണ്ടും കാണാം. നമസ്കാരം.